മറിച്ച് ഇപ്പോൾ നിലവിൽ ഈ സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്നിരുന്നാൽ തന്നെയും ഇത് അവസാനം UDFന്റെ ചർച്ചകൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം മുസ്ലിം ലീഗിന്റെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആലപ്പുഴയിൽ ചൂടേറിയ മത്സരം നടക്കുന്ന ഡിവിഷനാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ അമ്പലപ്പുഴ ഡിവിഷൻ. ഇവിടെ ഈ തവണ മുസ്ലിം ലീഗിനും സ്വതന്ത്രമായിട്ട് സ്ഥാനാർത്ഥിയുണ്ട്. മുസ്ലിം ലീഗിനെ ഏകപക്ഷീയമായി നിർത്തുന്ന സ്ഥാനാർത്ഥി അൽത്താഫ്, MSFന്റെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് അൽത്താഫ്, അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പോൾ ഇത്തവണ മുസ്ലിം ലീഗ് മാറി യുഡിഎഫിൽ നിന്നും മാറി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണത്? ഞാൻ ആദ്യത്തെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരുത്തുകയാണ്. കാരണം ഏകപക്ഷീയമായ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാനല്ല ഞാനിവിടെ നോമിനേഷൻ നൽകിയത്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം UDFന്റെ സ്ഥാനാർത്ഥിയായി തന്നെ ഇവിടെ മത്സരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഞാൻ നോമിനേഷൻ നൽകിയത്. കാരണം ഇന്ന് 3 മണിവരെയാണ് അവസാന സമയം. ഇതുമായി ബന്ധപ്പെട്ട് UDFൽ കൃത്യമായ ചർച്ചകൾ നടന്നിരുന്നു. ഇന്നലെ അർദ്ധരാത്രി വരെയും കൃത്യമായ ചർച്ചകൾ നടന്നിരുന്നു. അതിൽ UDFന്റെ ഭാഗമായി മുസ്ലിം ലീഗിന് തന്നെ ഇവിടെ മത്സരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ പല തവണകളിലും ഇങ്ങനെ സീറ്റ് ചർച്ചകൾ വരികയും പല സീറ്റുകൾ പരിഗണിക്കുകയും ചെയ്തിട്ട് പല ഉപാധികളുടെ പുറത്ത് മുസ്ലിം ലീഗ് പാർട്ടി അതിൽ മാറാൻ തയ്യാറായി. മറിച്ച് ഇപ്പോൾ നിലവിൽ ഈ സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്നിരുന്നാൽ തന്നെയും ഇത് അവസാനം UDFന്റെ ചർച്ചകൾ പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം മുസ്ലിം ലീഗിന്റെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ തന്നെ വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുന്നപ്ര സീറ്റ് കിട്ടി അത് വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് എടുത്തിരുന്നു. മാത്രമല്ല ഇപ്പോൾ അമ്പലപ്പുഴയിലേക്ക് വന്നപ്പോൾ അമ്പലപ്പുഴ ഒരു എല്ലാവരും ചോദിക്കുന്ന ഒരു സീറ്റായിട്ട് മാറിയിരിക്കുന്നു. അതായത് കോൺഗ്രസ് പാർട്ടി തന്നെ ഇതിന് ഒരു വിമത സ്വരങ്ങളും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് പുന്നപ്ര വേണ്ട എന്ന് പറഞ്ഞ ഒരു നിലപാടിലേക്ക് എത്തിയത്? അങ്ങനെ ഒരു സ്റ്റാൻഡിലേക്കൊന്നും പോയിട്ടില്ല. ചർച്ചയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്ന സീറ്റ് അമ്പലപ്പുഴയായിരുന്നു. അതിൽ ഞങ്ങൾ കൃത്യമായി അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് സംസാരിക്കുകയും അതിൽ കുറേയൊക്കെ ഏകദേശം ചർച്ചകൾ നടക്കുകയും ചെയ്തതാണ്. സംസ്ഥാന മുസ്ലിം ലീഗ് അടക്കം ആ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിരുന്നു. മറ്റു കാര്യങ്ങളൊക്കെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വിഷയങ്ങളാണ്. അതിൽ ആര് മത്സരിക്കണമെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന കോൺഗ്രസ്സാണ്. എങ്കിൽ തന്നെയും ഈ സീറ്റിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രതിനിധി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്ക്രൂട്ടണിക്കൊക്കെ ശേഷം അവസാനം ഉണ്ടാകുമ്പോൾ UDFന്റെ പ്രതിനിധിയായി മത്സരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ UDFന്റെ ഒരു പ്രതിനിധിയായിട്ട് മത്സരിക്കാൻ സാധിക്കുമെന്ന കുറച്ച് വിശ്വാസത്തിൽ തന്നെയാണ് അൽത്താഫ്. അതെ 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 ഓക്കെ. എന്തായാലും അമ്പലപ്പുഴയിൽ ഈ തവണ കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ അൽത്താഫ് സമർപ്പിച്ചിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാൻകാവിനോടൊപ്പം ഇസത്ത് സുൽഫിക്കർ, മീഡിയ 1.